ഒരു പ്രധാനപ്പെട്ട കാര്യം സരസമ്മാൾ എന്ന് പറയുന്ന ആ ഒരു 66 വയസ്സുള്ള ആ ഒരു വയോധികയായ ഒരു സ്ത്രീക്ക് അത്ര വലിയ സ്വർണ്ണം ഉപയോഗിക്കുന്ന ഒരാളായിരുന്നില്ല. ഒരു മൂക്കുത്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ ചെറിയ അളവിലുള്ളൊരു സ്വർണ്ണമാണ്. അപ്പോൾ ഈ സ്വർണ്ണത്തിന് വേണ്ടി തന്നെയാണോ കൊലപാതകം, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ, അതോ ലഹരിക്കടിമകളായി ചെയ്തതാണോ? കാരണം ആ വാർഡ് മെമ്പർ ആവർത്തിച്ചു പറയുന്നു ഇവിടെ ലഹരിയുടെ ഒരു വലിയ മാഫിയ തന്നെ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. ഷിഹാസ്, നിലവിൽ പോലീസിന് ഈ 19കാരൻ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് കവർച്ച ശ്രമം തന്നെയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അതിനിടയിലാണ് ഈ കൊലപാതകം നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ്. വാർഡ് മെമ്പർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂചന ഉണ്ട്. ഈ സരസാള് ഈ വീടിന് മുറ്റത്ത് കൂടെ നടന്നു പോകുന്ന സമയത്ത് യുവാക്കൾ കാണുന്നു, വിളിച്ചു വരുത്തുന്നു. പിന്നീട് ഈ ആഭരണം ആവശ്യപ്പെടുന്നത് തരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ തമ്മിലൊരു മൽപ്പിടുത്തം ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് കയ്യിൽ ലഭിച്ച ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യുവാവ് പോലീസിനെ അറിയിച്ചിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്. ഈ കാണുന്ന വീട് ഇതാണ് ഈ സരസാളുടെ വീട്. ഷിഹാസ്, ഇതാണ് ഈ സരസാളിൻ്റെ വീട് എന്ന് പറയുന്നത്. മുമ്പ് ഇതൊരു അംഗൻവാടി ആയിരുന്നു. അംഗൻവാടിക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുത്തതായിരുന്നു സരസാൾ ഈ വീട്. പിന്നീട് അംഗൻവാടി മറ്റൊരു പ്രദേശത്തേക്ക് വന്ന സമയത്ത് ഈ കാണുന്ന ഈ വീടിനകത്തായിരുന്നു സരസാൾ താമസിക്കുകയും ചെയ്തിരുന്നത്. ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെല്ലാം മറ്റു വീടുകളുണ്ട്. അവിടെ ഉള്ള ആളുകളായി എല്ലാം വലിയ രീതിയിൽ ബന്ധമുണ്ട്. അവരൊക്കെ ഉച്ചയ്ക്ക് കാണും, സംസാരിക്കും, ഭക്ഷണം കഴിക്കലും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വീടിൻ്റെ ഈ പാതയിലൂടെ എല്ലാം സരസാൾ നടക്കുകയും ചെയ്യും. അങ്ങനെ ഈ കാണുന്ന ഏറിപ്പോയാലൊരു 8 അടി മാത്രമുള്ള അല്ലെങ്കിൽ ഒരു 6 അടി മാത്രമുള്ള ഈ പാതയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഈ യുവാക്കൾ സരസാളിനെ കാണുകയും പിന്നീട് സരസാളിനെ ഈ യുവാക്കൾ ഈ ഇത്തരത്തിൽ ഈ മൂക്കുത്തി ആവശ്യപ്പെട്ടുകൊണ്ട് തർക്കമുണ്ടാവുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പറയുന്നത്. ഷിഹാസ്, അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 19 വയസ്സായിട്ടുള്ള ഈ യുവാവും 17 വയസ്സുകാരും ആ വീട്ടുമുറ്റത്ത് ഇരിക്കുന്നു. അതിനുശേഷം പിന്നീട് സരസാളി തർക്കമുണ്ടാവുന്നു. അവർ തലക്കടിച്ച് വീഴ്ത്തുന്നത്. ശേഷം പിന്നീട് സരസാളിനെ ഇവർ നേരെ തൂക്കിക്കൊണ്ടു പോകുന്നത് ഈ പറയുന്ന 19 വയസ്സുകാരൻ്റെ വീടിൻ്റെ അകത്തേക്കാണ്. ആ വീടിൻ്റെ അകത്ത് വെച്ചാണ് പിന്നീട് ക്രൂരമായിട്ടുള്ള മറ്റ് രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നീട് കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. പിന്നാലെ ഇവർ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം പിന്നീട് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴി പ്രകാരം ഈ കാണുന്ന ഈ ശുചിമുറിയുടെ സമീപത്തായി ഒരു തൊട്ടിയുണ്ട്. ആ തൊട്ടിയിലിട്ട് ഈ മൃതദേഹം കത്തിച്ചു എന്നുള്ളതാണ് പോലീസിന് യുവാക്കൾ മൊഴി നൽകിയിട്ടുള്ളത്. പിന്നീട് ഈ തൊട്ടിയിൽ ഇട്ട് മൃതദേഹം കത്തിച്ചതിന് ശേഷം പിന്നീട് ഈ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് ഈ വീടിൻ്റെ പുറകുവശത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശമുണ്ട്. ആ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ യുവാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ വീട് നമുക്ക് ദൃശ്യം കാണുന്ന പോലെ തന്നെ ഇതൊരു ഷീറ്റ് ഇട്ടിട്ടുള്ളൊരു വീടാണ്. ആ വീടിൻ്റെ ഈ വശത്ത് എന്ന് പറയുന്നത് മുഴുവൻ ഒരു ചെടിയും പുല്ലും എല്ലാം മുളച്ചിട്ടുള്ളൊരു മേഖലയാണ്. ആ മേഖലയിലൂടെ നമുക്ക് അധിക ദൂരം കടന്നു പോകാൻ സാധിക്കില്ല. പോലീസിൻ്റെ പരിശോധന നടക്കേണ്ടതുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള ഒരു പറമ്പുണ്ട്. ആ പറമ്പിൻ്റെ ഭാഗത്ത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഈ 19 വയസ്സുകാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ആലോചനകൾ, നടപടികൾ, കാരണം ഇത്രയും വേഗം ഒരു നിമിഷം പോലും വൈകൂടാ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. മറ്റ് ശാസ്ത്രീയ പരിശോധനയിലൂടെ സരസമ്മാളിന്റെ മൃതദേഹം തന്നെയാണ് എന്നുള്ളത് തെളിയിക്കേണ്ടതുണ്ട്. ഈ 19ഉം 17ഉം വയസ്സുള്ള യുവാക്കൾക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ ഇനി അതിവേഗത്തിലാകുമോ ഇക്ബാൽ? തീർച്ചയായും ഷിഹാസ്, പോലീസ് സംഘം ഉടൻ തന്നെ ഈ 19കാരനായിട്ടുള്ള യുവാവുമായി ഈ ആട്ടേമതിയിലെ ഈ കൊലപാതകം നടന്നു എന്ന് യുവാവ് മൊഴി നൽകിയിട്ടുള്ള വീട്ടിലേക്ക് എത്തും. അതിനുശേഷം പിന്നീട് ഈ യുവാവിനൊപ്പം RDOനെയും അതുപോലെ തന്നെ പോലീസ് സർജനെയും എല്ലാം നേതൃത്വത്തിൽ ഈ മൃതദേഹാവശിഷ്ടം കുഴിച്ചിട്ടു എന്ന് പറയുന്ന മേഖലയ്ക്കും ഒരുപക്ഷെ ആദ്യം എത്തുക. അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തും, തെളിവുകൾ ശേഖരിക്കും. പിന്നീട് യുവാവ് പറഞ്ഞത് പ്രകാരമുള്ള കൊലപാതകം നടന്ന മേഖലയിലും ഈ കൊലപാതകം മരണം സ്ഥിരീകരിച്ചിട്ടുള്ള മേഖലയിലും എല്ലാം എത്തിക്കും. അതിനുശേഷം പിന്നീട് ഈ മൃതദേഹം കത്തിച്ചു എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ശുചിമുറിയുടെ സമീപത്ത് വെച്ചാണ്. ഇവിടെ ഒരു തൊട്ടിയുണ്ട്. ആ തൊട്ടിയുടെ മേഖലയിൽ വെച്ച് ഈ മൃതദേഹം കത്തിച്ചു എന്നുള്ളതാണ് ഈ 19 വയസ്സുകാരൻ ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. ആ മേഖലയിൽ വെച്ചും പിന്നീട് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം പിന്നീട് ശാസ്ത്രീയമായി ഈ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇത് സരസാളിന്റെ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിലവിൽ പ്രാഥമികമായി യുവാക്കൾ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും പോലീസിന്റെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും അതിലൊരു ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും. ഇതിൽ ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഈ 19 വയസ്സുകാരൻ മാത്രമാണ്. പക്ഷേ കൊലപാതകത്തിൽ മറ്റൊരു 17 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൂടി ഇതിൽ പങ്കുണ്ട്
എന്ന രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കും പോലീസ് സംഘം കടന്നിട്ടുണ്ട്. ഈ വ്യക്തി, അതായത് ഈ രണ്ടാമത്തെ വ്യക്തി മുൻപും മറ്റ് പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെ പറയുന്നത്. ഒരു കൊലപാതക ശ്രമ കേസിൽ കൂടി ഉൾപ്പെട്ടുള്ള വ്യക്തിയാണ് ഈ രണ്ടാമൻ എന്ന് പറയുന്നത്. ഇയാളെ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഇയാളെ പോലീസ് സംഘം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ പോലീസ് ഇയാളെ കൂടി ഉടൻ തന്നെ പിടികൂടും. അതിനുശേഷം പിന്നീട് രണ്ടുപേർക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കും. സരസമ്മാളിന്റെ വീടും ഈ ഒരു കുറ്റകൃത്യം നടന്ന ഈ ഒരു 19 വയസ്സുകാരന്റെ വീടും തമ്മിൽ ചുരുക്കം ഒരു ചെറിയ ദൂരവ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? ഈ പറയുന്ന 19ഉം 17ഉം വയസ്സുള്ള വ്യക്തികൾ ഇവർ സുഹൃത്തുക്കളാണോ? ഇവരവിടെ സ്ഥിര താമസക്കാരാണോ? നേരത്തെ വാർഡ് മെമ്പർ പറയുന്നത് കേട്ടു, പണ്ട് സ്ഥിരമായി താമസിച്ചിരുന്നവരാണ്, പക്ഷേ അടുത്ത കാലത്തായി 10 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഒറ്റയ്ക്കാണ് ഈ 19കാരൻ ആ വീട്ടിൽ താമസിച്ചിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇയാളുടെ ഒരു പശ്ചാത്തലം? ഷിഹാസ്, അതായത് ഈ 19 വയസ്സുകാരൻ നേരത്തെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കൊപ്പം എല്ലാം ഈ വീട്ടിൽ താമസിച്ചിരുന്നു. പിന്നീട് ഇവരുടെ അച്ഛനമ്മമാർ മരണപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. പിന്നീട് ഈ 19 വയസ്സുകാരനും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. ഇവർക്ക് തമിഴ്നാട് നിന്ന് ഇവരുടെ ഒരു സുഹൃത്ത്, ഒരു യുവതിയായിട്ടുള്ളൊരു സുഹൃത്ത് ഈ വീട്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വാർഡ് മെമ്പർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഈ യുവതിയുമായി ഇവിടെ ഇരിക്കാൻ കഴിയില്ല എന്ന് ഇവർ അറിയിപ്പ് നൽകിയതോടുകൂടി പിന്നീട് ഇവരെല്ലാം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് പിന്നീട് ഈ 19 വയസ്സുകാരൻ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഇവരുടെ സുഹൃത്തായിട്ടുള്ള ഈ 17 വയസ്സുകാരും ഈ വീട്ടിലേക്ക് വരികയും പിന്നീട് ഇത്തരത്തിൽ ഈ സരസാളിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ തിണ്ണയിൽ ഈ യുവാക്കൾ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ സരസാൾ ഈ വീട്ടുമുറ്റത്തൂടെ പോവുകയും ആ സമയത്താണ് ഈ സരസാളിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി പിന്നീട് ഈ ആഭരണം ചോദിക്കുകയും അത് നൽകാതെ പാലക്കാട് ഈ വാർത്തയുടെ വിവരങ്ങൾ വിശദമായി തന്നെ നൽകിയത്. കവർച്ചയ്ക്കിടയിലാണ് വൃദ്ധയെ കൊലപ്പെടുത്തിയത് എന്ന് കേൾക്കുന്നു. തീയിട്ട് ശരീരമാകെ കത്തിച്ച് നശിപ്പിച്ചതിന് ശേഷം അവശിഷ്ടം കുഴിച്ചു മൂടുകയായിരുന്നു. ശുചിമുറിയുടെ പിന്നാമ്പുറത്ത് കുഴിച്ചു മൂടുകയായിരുന്നു. ആട്ടയാമ്പതി സ്വദേശി സരസമ്മാളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പ്രദേശവാസികളായ യുവാക്കളാണ്, 2 പേരാണ്. 19ഉം 17ഉം വയസ്സ് പ്രായമുള്ള യുവാക്കൾ. ഇതിപ്പോൾ സ്വർണത്തിന് വേണ്ടിയാണ് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതോ ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 66 വയസ്സുണ്ട് ഈ സ്വർണ്ണമാളിനോടൊപ്പം വാർഡ് മെമ്പർ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലഹരിയുടെ ഒരു വലിയ സംഘം, ലഹരി മാഫിയ സംഘം ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നാളുകളായി ഞങ്ങളിത് പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ലഹരിയുടെ പിടിയിൽ അമർന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതിൽ 2 പേരാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, അങ്ങനെ സംശയിക്കുന്നു. പോലീസിനെ കാര്യം അറിയിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം വേണമെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്.